ഇടുക്കി കട്ടപ്പനയ്ക്ക് സമീപം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ കട്ടപ്പനയാറിന് കുറുകെ ഉണ്ടായിരുന്ന പാലം പൊളിച്ചിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകിയതോടെ നാട്ടുകാർ തടിപ്പാലം നിർമ്മിച്ചിട്ടെങ്കിലും കഴിഞ്ഞ മഴ ഈ തടിപ്പാലവും കവർന്നു. ഇതോടെ പുറം ലോകത്തെത്താൻ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് കട്ടപ്പനയാറിന്റെ ഇരുകരകളിലുമായുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ. കാഞ്ചിയാർ പഞ്ചായത്തിലെ 7ാം വാർഡിൽ കുഴിയോടിപ്പടി കല്യാണത്തിന്റെ ഭാഗത്തുള്ളവരുടെ ഏക ആശ്രയമായിരുന്നു ഇവിടുത്തെ പാലം. വീതി കുറഞ്ഞ പാലം പുനർനിർമ്മിക്കാൻ സർക്കാർ 35 ലക്ഷം രൂപ അനുവദിച്ചതോടെ 3 വർഷം മുമ്പ് പാലം പൊളിച്ചു. അന്നു മുതൽ ഇവിടുത്തെ ജനങ്ങളുടെ ദുരിതവും ആരംഭിച്ചു. പുതിയ പാലത്തിന്റെ ഫില്ലറിന് മണ്ണെടുത്ത് തുടങ്ങിയപ്പോൾ മാത്രമാണ് 15 അടി താഴ്ചയിൽ മാത്രമേ പാറയുള്ളൂവെന്ന് കണ്ടെത്തിയത്. ഇതോടെ എസ്റ്റിമേറ്റ് തുക 74 ലക്ഷമാക്കി. പണികൾ ആരംഭിക്കുന്നതിന് മുൻപ് രൂപരേഖ മാറ്റണമെന്ന് ഉദ്യോഗസ്ഥർ നിലപാടെടുത്തു. രൂപരേഖ മാറ്റിയതോടെ എസ്റ്റിമേറ്റ് തുക 1 കോടിയായി ഉയർന്നു. എന്നാൽ ഇവിടെ ഇതുവരെ നിർമ്മിക്കാനായത് ഇരുവശങ്ങളിലെയും അടിത്തറയും ഫില്ലറിന്റെ ഏതാനും ഭാഗങ്ങളും മാത്രമാണ്. തുടർന്ന് ഫണ്ടില്ലെന്ന് പറഞ്ഞ് പണികൾ നിർത്തിവെക്കുകയായിരുന്നു. പിന്നാലെ അക്കരെ എത്താൻ നാട്ടുകാർ ചേർന്ന് തടിപ്പാലം നിർമ്മിച്ചുവെങ്കിലും മഴയത്ത് ഇത് ഒലിച്ചു പോവുകയും ചെയ്തു. ഞങ്ങളിപ്പോൾ 100ഓളം കുടുംബങ്ങൾ ഇവിടെ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. ഞങ്ങൾക്ക് കാറ്റടിയുമായിട്ട് ബന്ധപ്പെടാനുള്ള ഏറ്റവും പ്രധാന മാർഗ്ഗമായിരുന്നു കുഴിയോടി പാലം എന്ന് പറയപ്പെടുന്ന ഈ പാലം. ഇത് ഏതാണ്ട് 35 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട്. അതിൻ്റെ പില്ലറിൻ്റെ പകുതി പണി പൂർത്തിയായിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞങ്ങൾ കുറച്ച് പേര് കൂടി നമ്മുടെ മെമ്പറടക്കം പോയി നിരവധി തവണ കണ്ടതാണ്. അതിന് ഒത്തിരി പേരുണ്ടായിരുന്നു ഈ ഭാഗത്തുള്ളത്. അപ്പോൾ എല്ലാം മന്ത്രി ഞങ്ങൾക്ക് വാക്കാൽ ഉറപ്പ് തന്നാണ് പാലം ശരിയാക്കി തരാൻ ചെയ്തത്. പക്ഷേ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. 60 ലക്ഷം രൂപ കണ്ടെത്തി പണി അത് പാലം പൊളിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഡിസൈനിൽ മാറ്റം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് 1 കോടി രൂപയോളം ആവശ്യമായിട്ട് വന്നു. ആ 1 കോടി രൂപ കണ്ടെത്താൻ സാധിക്കാതെ പാലത്തിൻ്റെ ടെൻഡറെല്ലാം കഴിഞ്ഞു. 2 ഫില്ലറുകൾ മാത്രം തീർന്നപ്പോൾ തന്നെ 36 ലക്ഷം രൂപയോളമായി. അത് ഇതുവരെ അതിൻ്റെ ബാലൻസ് ഫണ്ട് കണ്ടെത്താൻ സാധിക്കാവുന്നതിനാൽ ഈ പാലം പണി ഇങ്ങനെ നീണ്ടുപോവുകയാണ്. പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിനെ നാട്ടുകാർ പലതവണ കണ്ടെങ്കിലും പ്രയോജനമുണ്ടായില്ല. മന്ത്രിയുടെ ഉറപ്പുകൾ പാഴ്വാക്കായതിൽ ജനരോഷവും ഇരമ്പി. ഈ ജനങ്ങൾക്ക് വേണ്ടി ഇവർ ജീവിക്കുന്ന ഞങ്ങളെ തെരഞ്ഞെടുത്ത് വിട്ട ഇവരെ ഇതുപോലെ പ്രവർത്തിക്കുന്നെങ്കിൽ പിന്നെ മുന്നോട്ട് ചെയ്യാൻ ഇതിന്റെ ആവശ്യം തന്നെയായിരിക്കുന്നു. ജനങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ എന്തിനാ അധികാരദാനം തിരിക്കുന്നത്? ഇവരെല്ലാവരും വരുന്നുണ്ടല്ലോ. മന്ത്രി പറയുന്നതിന് വാക്കൊക്കെ എന്തായാലും വേണമല്ലോ, വാക്കിനൊരു വില വേണമല്ലോ. മന്ത്രിയാണേലും മന്ത്രിക്ക് അതിനൊന്നും കഴിയുന്നില്ല. പുള്ളി അടുത്ത് ചെല്ലുമ്പോൾ പുള്ളി പറയും തരാമെന്ന് പറയാം. അന്നേരം ബാക്കിയുള്ളവർ അത് കൊടുക്കാൻ പറ്റിയല്ലോ. ഇതൊക്കെയാണോ മന്ത്രി കേൾക്കേണ്ടത്? പാലം നിർമ്മാണത്തിനായി 75 ലക്ഷത്തോളം രൂപ അനുവദിക്കേണ്ടതായുണ്ട്. അടിയന്തരമായി ഈ തുക അനുവദിച്ച് പാലം പണി പുനരാരംഭിക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം. മന്ത്രിയുടെയും സർക്കാരിന്റെയും ഭാഗത്തുനിന്ന് അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരം ആരംഭിക്കുമെന്ന് ജനങ്ങൾ മുന്നറിയിപ്പും നൽകുന്നു. ജനം, ഇടുക്കി.